ലൂത്ത് നബി അലൈഹിസ്സലാമും ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഒപ്പം വിശ്വസിച്ചിട്ടുള്ള ഈ വിശ്വാസികളായ ഈ പെൺമക്കളും കൂടി അവരെന്ത് ചെയ്യാണ്? രാക്കുരാമാനം അവരാ നാട്ടിൽ നിന്ന് പോവുകയാണ്. അവർ പുറപ്പെട്ടു പോകുമ്പോഴേക്ക് അവരുടെ പിന്നിൽ നിന്ന് അതിഘോരമായ ഒരു ശബ്ദം. അവരാണ് പുറപ്പെട്ടു പോയി, അപ്പോഴേക്കൊരു പിന്നിൽ നിന്നൊരു ശബ്ദം. എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കരുതെന്നാണ് അള്ളാഹുവിൻ്റെ ഓർഡർ. ലൂത്ത് നബി അലൈഹിസ്സലാമും മക്കളൊന്നും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ പിന്നാലെ കൂടിയിട്ടുണ്ട് പെണ്ണ്. അവൾ തിരിഞ്ഞു നോക്കി, അവൾ ശിക്ഷിക്കപ്പെട്ടു, അവളോട് ബാക്കിയായി. വിശ്വാസികൾ കടന്നുപോയി. ആ അതിഘോരമായ പ്രകമ്പനം, അതോടൊപ്പം ഈ വന്നവരായ മലക്കുകളുടെ അടുത്തേക്ക് ഇവരിങ്ങനെ അടുക്കുവാൻ ശ്രമിക്കുമ്പോഴേക്ക് ചെറിയ ഒരു ടച്ചിങ് ഉണ്ടായിട്ടുള്ളൂ മലക്കുകളുടെ ആ നാട്ടുകാർക്ക്. ഫതമസ്നാ അഅ്യുനഹും, കണ്ണിന്റെ കാഴ്ചയാണ് പോയി. എല്ലാവരും അന്ധന്മാരായി, തപ്പിത്തടയാൻ തുടങ്ങി. ആദ്യം കിട്ടിയത് അതാണ്, കണ്ണിന്റെ കാഴ്ചയാണ് പോയി. സ്വർഗ്ഗരതി നടത്തിയവർക്ക് കിട്ടിയ ഒന്നാമത്തെ ശിക്ഷ, സകലരും അന്ധരായി. പിന്നെ അങ്ങോട്ട് എടുത്തെറിയലാണ് അടുത്ത പണി. പിന്നെ അതാണ്, പോകേണ്ടവരൊക്കെ പോയി എന്ന് കണ്ട് നമ്മൾ അപ്പം ചുട്ട് മറിക്കും പോലെ ഭൂമി അടിയിൽ നിന്ന് നേരെ മുകളിലേക്ക് അങ്ങോട്ട് പൊക്കി നേരെ താഴോട്ട് അങ്ങോട്ട് മലർത്തി. ഒറ്റ കീഴ്മേൽ മറിക്കലാണ്. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീൽ. അല്ലാഹു തആല പറയാണ്, ഫലമ്മാ ജാഅ അംറുനാ, നമ്മുടെ കൽപ്പന അങ്ങ് വന്നെത്തിയപ്പോൾ, ജഅൽനാ ആലിയഹാ സാഫിലഹാ, മുകൾ ഭാഗത്തെ താഴ്ഭാഗത്തേക്കാക്കി മാറ്റി, അഥവാ കീഴ്മേൽ മറിച്ചിട്ടു. വഅംതർനാ അലൈഹാ, എന്നിട്ട് ആ നാട്ടുകാരുടെ മേൽ നാം വർഷിപ്പിക്കുകയും ചെയ്തു, മഴ പെയ്യിച്ചു. അത് വെള്ളത്താലുള്ള മഴയല്ല, ഹിജാറതൻ മിൻ സിജ്ജീൽ മന്ദൂദ്, അട്ടിക്കട്ടിയായി അടുക്കി വെച്ച് ചൂളവെക്കപ്പെട്ട ഇഷ്ടികക്കല്ലുകളാൽ എറിയുകയാണ് ആ പ്രദേശത്തേക്ക്. കല്ലുമഴ പെയ്യുകയാണ്. മുസവ്വമത്തൻ ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് അടയാളം വെക്കപ്പെട്ട കല്ലുകളാണ്. വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്, അക്രമികളായ ആളുകൾക്കുണ്ടോ ഒരു താമസവും ഉണ്ടായില്ല. അതിശക്തമായ നിലക്കവർ തകർത്തെറിയപ്പെട്ടു. ആ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ പോലും അവർ ഈ വൃത്തികെട്ട പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ശിക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ. അതുകൊണ്ട് പിൽക്കാലത്ത് ചില ഫോസിലുകളൊക്കെ കണ്ടെത്തി, കുഴിച്ചെടുക്കപ്പെട്ട കാലത്ത് സദോം പ്രദേശത്തെ കുഴിച്ചെടുത്ത് പിൽക്കാലത്ത് ഖനനം നടത്തി അവിടെ നിന്ന് കുഴിച്ചെടുക്കപ്പെട്ട ചില പ്രതിമകളും അതേപോലെയുള്ള വസ്തുക്കളുമൊക്കെ നോക്കുമ്പോൾ പരസ്പരം ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിലയിലുള്ള ആ വിധത്തിലുള്ള ഫോസിലുകളാണ് ലഭിച്ചത് എന്നാണ് നമുക്ക് ചരിത്രം രേഖപ്പെടുത്തി തരുന്നത്. തകർത്തെറിയപ്പെട്ടു ആ സംഭവം. ഇന്നും ആ പ്രദേശത്തിന്റെ ഓർമ്മക്കാണ് ബഹ്ർ ലൂത്ത്, ഡെഡ് സീ, ചാവുകടൽ എന്നറിയപ്പെടുന്ന പ്രദേശം. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കൂടിയ വെള്ളമാണ് ആ കടലിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്മേൽ കിടക്കുന്നവൻ അതിൽ താഴ്ന്നു പോകൂല എന്നാണ്. അത്രയും ഡെൻസിറ്റിയുള്ള ഉപ്പ് രസമുള്ള വെള്ളമാണ് ആ ഡെഡ് സീയിലുള്ളത്. തകർത്തെറിയപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകമായ ഒരവസ്ഥ ആ നാട്ടിൻ്റെ മണ്ണിനും ആ പ്രദേശത്തിനും പരിസരങ്ങളിലുമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. ഒരു ജീവികൾക്കും അവിടെ ജീവിക്കാനാവാത്ത നിലക്ക് പ്രത്യേകമായ രാസമാറ്റങ്ങൾക്ക്, കെമിക്കൽ ചേഞ്ചിന് വിധേയമായ ഒരു രാജ്യമാണ് ആ പ്രദേശം എന്നാണ്. അത്രക്ക് ലോകത്തിന് ഇന്നും മാതൃകയായിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് നിലനിന്നിട്ടും സമൂഹം ഇപ്പോഴും ആ വൃത്തികെട്ട പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഅൻജൈനാഹു, അങ്ങനെ നാം ലൂത്തിനെ രക്ഷപ്പെടുത്തി. അതുവരെയുള്ള വിശദീകരണങ്ങളാണ് ഞാൻ മറ്റായത്തുകളിൽ നിന്ന് കൽപ്പിച്ചത്. ഇനി നമ്മുടെ സൂറത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഫഅൻജൈനാഹു, അങ്ങനെ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വാഹുലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെയും. ഇല്ലംറഅതഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒഴികെ. ഭാര്യയ്ക്ക് രക്ഷപ്പെടാനായില്ല. ഖദ്ദർനാഹ, നാം അവളെ കണക്കാക്കിയിരുന്നു. ഖദ്ദറ, നാം അവളെ കണക്കാക്കി. മിനൽ ഗാബിരീൻ, ശിക്ഷിക്കപ്പെടുന്നവരിൽ, അവശേഷിക്കുന്നവരിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ കുറെ ആളെ ബാക്കിയാക്കണം. ആ ബാക്കിയാകുന്നവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. അതാണ് ഗാബിരീങ്ങൾ എന്ന് പറയുന്നത്.
ഖദ്ദർനാഹാ നാം അവളെ കണക്കാക്കി മിനൽ ഗാബിരീൻ ശിക്ഷക്ക് വിധേയരാകുന്നവരുടെ കൂട്ടത്തിൽ. അങ്ങനെ വഅംതർനാ അലൈഹിം മതറാ ഇവിടെ അങ്ങനെ പറഞ്ഞുള്ളൂ, വെറും മഴ പെയ്തു എന്ന് പറയുള്ളൂ. മഴ എന്ന് പറഞ്ഞാൽ എന്ത് മഴയാന്ന് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ കേട്ടു. വഅംതർനാ അലൈഹിം നാം അവരുടെ മേൽ വർഷിപ്പിക്കുകയും ചെയ്തു, നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. മതറാ മഴ വർഷിച്ചു, അത് കല്ലുമഴയായിരുന്നു. ഫസാഅ മതറുൽ മുൻദരീൻ ഫസാഅ എത്ര ചീത്തയാണ്, ഫസാഅ അപ്പോൾ എത്ര ചീത്തയായിരുന്നു, മതറുൽ മുൻദരീൻ താക്കീര് നൽകപ്പെട്ടവർക്ക് കിട്ടിയ മഴ എത്ര ചീത്തയായ മഴയായിരുന്നു. മുൻദരീൻ എന്ന് പറഞ്ഞാൽ താക്കീർ നൽകപ്പെട്ടവർ, അത് സദൂ നിവാസികൾ. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയാണ് മുൻദരീന, താക്കീത് നൽകപ്പെട്ടവർ. അവർക്ക് കിട്ടിയ മഴ എത്ര ദുഷിച്ച മഴയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി ലൂത്ത് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ അധ്യായത്തിൽ അള്ളാഹു നമുക്ക് അറിയിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവസാനിച്ചു. ഇത് ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിലെ, അതേപോലെ തന്നെ സൂറത്തു ശുഅറായിലെ, അതുപോലെ തന്നെ സൂറത്തു ദാരിയാത്തിലെ ഒക്കെ ധാരാളം സ്ഥലങ്ങളിൽ ഇത് സംബന്ധമായിട്ടുള്ള പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലയിടങ്ങളിൽ ചുരുക്കി പറയും, ചിലയിടങ്ങളിൽ അതിൻ്റെ വിവരണം പറയും. ഇങ്ങനെയാണ് പ്രവാചകന്മാരുടെ ചരിത്രം. അപ്പോൾ ലോകത്ത് ഇന്ന് ആനുകാലികമായി ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന സ്വർഗരതി ഒരു സമൂഹം, അത് കാരണം ശിക്ഷിക്കപ്പെട്ടത് ഇന്നും ലോകത്ത് അതിൻ്റെ അടയാളങ്ങൾ ബാക്കിയായിരിക്കെ തന്നെയും ഒരു ഉളുപ്പും യാതൊരു ചെളിപ്പുമില്ലാതെ സമൂഹം ഇപ്പോഴും ആ വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് പോവുകയാണ്. അതൊരു വല്ലാത്ത ഗുണപാഠമാണ്. ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മളും ഗ്രഹിക്കുക, മനസ്സിലാക്കുക. സംഗതി നിസ്സാരമല്ല, അതീവ ഗുരുതരമാണ്. ഒരു നാട് മുഴുവൻ ശിക്ഷിക്കപ്പെട്ടു എന്നാണ്, തകർത്തെറിയപ്പെട്ടു. ഏക കാരണം ഇതായിരുന്നു. ഇതാണ് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പാഠം. ശുദ്ധ ഖുർആൻ നമുക്ക് തരുന്ന ഓരോ ഖിസ്സകളും നമ്മുടെ ഹൃദയങ്ങൾക്ക് ശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ അരക്കെട്ടുറപ്പിക്കാനും ഈമാനികമായ സുദൃഢത ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തീർക്കുവാനും വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് മാർഗദർശനം ഉൾക്കൊള്ളുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.